ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ കുറച്ച് റീഡിങ് ഇപ്പം എനിക്ക് റെഗുലർ അല്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമൊക്കെ മാറിപ്പോകുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഐ എം സോറി. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് പോസ്റ്റ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. റെഗുലർ ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. പേഴ്സണൽ റീഡിങ്സ് ഇപ്പോഴും ഇല്ല. ഓക്കെ, കുറച്ച് ദിവസം കൂടി, ഇനി ഒരു മാസം കൂടി എന്തായാലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ആലോചിക്കാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു ഇന്നിപ്പോൾ മൺഡേ അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഈ വീക്ക്, ഈ ഒരാഴ്ച നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, ഓരോ ദിവസത്തെ ആയിട്ടല്ല, ഞാൻ ജസ്റ്റ് ഓവറോൾ ഇടുന്നേ ഉള്ളൂ. ഓവറോൾ എനർജി ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് അടുത്ത 7 ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, King of Cups, very nice. 3 of Cups, 8 of Pentacles, 5 Cups, Knight of Cups, Ace of Wands and Star, very nice. Okay, ഒരല്പം അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാനില്ല, ഒരു ലേശം ഇടയ്ക്കൊരു വിഷമം തോന്നാം ഈ ആഴ്ച. ഐ തിങ്ക് ഇവിടെ മെയിനായിട്ട് കാണുന്നത് നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ ശരിക്കും നമ്മൾ വളരെ ലൈക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹം തോന്നുന്നത് അങ്ങനെയൊക്കെയാണ്, പക്ഷെ ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല. സോ ഇവിടെയും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആഴ്ച നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് അങ്ങോട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ തുറന്ന് പറയാതെ, ഒരുപാട് എക്സ്പ്രസ് ചെയ്യാതെ, ആരോടും ഒരു ഡിമാൻഡും ഇല്ലാതെ, വേറെ ആരോടും, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആരോടും അധികം എക്സ്പ്രസ് ചെയ്യില്ല, ഒന്നും പറയില്ല. അതിപ്പോൾ ഈവൻ ഫാമിലിയിലായാലും ഫ്രണ്ട്സിനോടായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ എനിക്ക് ഒരു ലേശം നിങ്ങളൊരു ഇമോഷണൽ കൺട്രോൾ വെച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ടെൻഷൻ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, സ്നേഹം ഉണ്ടാവാം, ഫീലിങ്സ് ഉണ്ടാവാം, മറ്റുള്ളവരോട് എല്ലാം ഉണ്ട്. നിങ്ങൾ കെയർ ഒക്കെ കാണിക്കും എല്ലാവർക്കും, പക്ഷെ ഒരു അളവ് വെച്ചിട്ട്, ഓക്കെ, ഒരു ലിമിറ്റ് വെച്ചിട്ടായിരിക്കും അത് ചെയ്യാം. ബട്ട് ഇവിടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. 3 ഓഫ് കപ്സ് ഉണ്ട്, ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. എനിക്ക് മേ ബി വല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ഐ തിങ്ക് അവിടെ ഒരു കൺട്രോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങൾ പോകുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും കൂടെ ഉണ്ടാവും, പക്ഷെ എവിടെയോ നിങ്ങളൊരല്പം, ഓക്കെ, മേ ബി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വർക്കിനെ കുറിച്ചായിരിക്കാം കൂടുതൽ, ഒരുപാട് നിങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം ഈ ആഴ്ച, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ശരിക്കും ആക്ച്വലി സന്തോഷം തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്ന് പറയില്ലേ, ഇമോഷൻസിനെ മാറ്റിവെച്ച് ലേശം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ബട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇത് 4 അല്ല, 5 അല്ല, ഞാൻ നേരത്തെ 5 എന്ന് പറഞ്ഞത് 4 ഓഫ് കപ്സ് ആണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഒന്നിനോടും ശരിക്കും പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാത്ത മട്ടും തോന്നുന്നുണ്ട്. മേ ബി വല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടിയൊക്കെ വന്നാലും, നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്താൽ പോലും ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു തനിച്ചായിട്ട് ഇരിക്കാനുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം. അതാ ഞാൻ പറഞ്ഞ ലേശം നിങ്ങളൊന്ന് കൺട്രോളിലാണ്, ഇമോഷൻസിനെ കൺട്രോൾ വെക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പറയില്ലേ, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് തനിച്ചായി തോന്നുക എന്ന് പറഞ്ഞ പോലെ, ഇതും ആക്ച്വലി നോക്കും 3 കപ്പ് ഉണ്ട്, പക്ഷെ ഒരു കപ്പ് ഇവിടെ സൈഡിലാണ്, എവിടെയും 3 എന്നുള്ളതുണ്ട്. എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എവിടെയോ നിങ്ങളൊരു എനർജി നിങ്ങൾ എന്തോ മിസ് ചെയ്യുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നലായിരിക്കാം. എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളൊന്ന് തനിച്ചായി പോകുന്ന പോലെ. ബിക്കോസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്ന കോട്ട് എന്താണെന്ന് വെച്ചാൽ, സോറി എന്തോ ഒരു തൊണ്ടങ്ങനെ ഇതായിപ്പോയി, മേ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരിക്കാം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്ത. ഓക്കെ, എനിവേ എല്ലാം ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ ഉണ്ടാവുന്നതായിരിക്കും അല്ലേ.
സോ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളപ്പോഴും നമ്മൾ തനിച്ചായി പോകുന്ന പോലെ, ബിക്കോസ് നമ്മൾക്ക് വേണ്ടത് എന്തോ നമ്മുടെ കയ്യിലില്ലാത്തത്, ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ നമ്മളുടെ കയ്യിലില്ല എന്ന രീതിക്ക് അങ്ങനെ ഒരു ഫീലിംഗിൽ ഇരിക്കുന്ന പോലെയാണ്. സോ ബാക്കിയുള്ളതിനോടൊന്നും താല്പര്യം തോന്നുന്നില്ല നിങ്ങൾക്ക്, ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. സോ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിങ്ങളെ ലൈക്ക് എല്ലാം നിങ്ങൾ പുറമെ കാണിക്കുന്നതൊക്കെ, ഓക്കെ ഞാൻ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്, എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കാണിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തനിച്ച് തന്നെയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന രീതിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്സും ഏസ് ഓഫ് വൺസും എനിക്ക് കാണുന്നുണ്ട്, സ്റ്റാറും ഉണ്ട്. ആക്ച്വലി എല്ലാം വളരെ നല്ല കാർഡ്സ് ആണ്. ഒരു പുതിയ തുടക്കം, വീണ്ടും ഒരു ഹോപ്പ്, പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഈ വീക്ക് നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിങ്ങൾ ഹാപ്പി തന്നെയാണ്, അല്ല എന്നല്ല, ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ പറയില്ലേ എന്തോ ഒരു മിസ്സിങ്, ഒരു കാര്യം മിസ്സിങ്, ഒരു ചെറിയൊരു കാര്യം മിസ്സിങ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻ ജോലിയുടെ കാര്യമായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഏസ് ഓഫ് വോൺസും സ്റ്റാറും ഉണ്ട്. സോ നിങ്ങളൊരു മേ ബി ഒരു ഹോപ്പ്, ഒരു ആഗ്രഹം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ഒരു ആഗ്രഹം നടക്കുന്നില്ല എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവാം, ബട്ട് അത് നടക്കും എന്ന് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ലൊരു ഇത് കാണുന്നുണ്ട്. മേ ബി കരിയറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ, ജോലിയുടെ കാര്യം അങ്ങനെ വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരാനും, എന്തെങ്കിലും ജോലിയൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എന്തെങ്കിലും പുതിയൊരു ബിഗിനിങ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫർ വന്ന് അത് നല്ല രീതിക്ക് മുന്നോട്ട് ഗ്രോ ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇടയിലൊരു പീരീഡ് ഐ തിങ്ക് നിങ്ങൾക്ക് ലേശം ഒന്ന് മേ ബി നിങ്ങൾ സ്വയം അവനവനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെ, എനിക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, ഈ പുറമെ കാണിക്കുന്നതും ഇതും എല്ലാം ഓക്കെ, ബട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷം തരുന്ന എന്താണ്, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കാം. ഈ നൈറ്റ് ഓഫ് കപ്സ് മേ ബി നിങ്ങൾ അവനവനെ തന്നെ കെയർ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇവിടെയും ഞാനതാ പറഞ്ഞത്, നിങ്ങൾ പുറമേ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഒരു ഫീലിംഗ്, ഞാൻ തനിച്ച് ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ തനിച്ചാണോ, എനിക്ക് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇതിവിടെ എനിക്ക് കാണുന്നത്. 4 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. താല്പര്യമില്ല, മറ്റു കാര്യങ്ങളോട് താല്പര്യം തോന്നില്ല, പക്ഷെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, അതിനോടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അല്ലേ ഇഷ്ടം എന്തെങ്കിലും ഉണ്ടാവാം. അതിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പോലെ ആയിരിക്കാം. എന്തായാലും ഇവിടെ എനിക്കൊരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഒരു മാറ്റം. നിങ്ങൾ മേ ബി നിങ്ങൾ തന്നെ സ്വയം മാറ്റിയെടുക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിനെ ഒരു പുതിയ രീതിക്കൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഹൈറ്റ് ആവുന്ന കാണുന്നുണ്ട് എനിക്ക്. യെസ്, ആക്ച്വലി ഇത് ഇരിക്കുന്ന നോക്കും, മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെയാണ് ഇവിടെ. സോ മേ ബി നിങ്ങൾ അങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ്, അവനവൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അതിനുശേഷം പുതിയ തുടക്കങ്ങൾ, നിങ്ങൾക്ക് ആ ഒരു നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ്, വീണ്ടും ഒരു റീസ്റ്റാർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ല റിലേഷൻഷിപ്പായിട്ട് വരും. അല്ലാത്തവർക്ക് നിങ്ങൾ ജോലി കരിയറൊക്കെ ആണെങ്കിലും യെസ്, അതിലും നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതായിട്ടേക്കും. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ എവിടെയാണോ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം, എന്താണ് എനിക്ക് വേണ്ടത്. സോ അതിന് നിങ്ങൾക്ക് ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. സ്റ്റാറും ഉണ്ട്, പ്രതീക്ഷ, ഒരു വിഷ് നിങ്ങളുടെ ഫുൾഫിൽ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ യെസ്, ഈവൻ ഫാമിലി വൈസ് ഹാപ്പിനെസ് എല്ലാം എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. സോ ഐ തിങ്ക് ആ ഒരു പീരീഡ്, ഐ തിങ്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ, അതായത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാം, അവനവനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോറി, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ച അപ്പോൾ ലേശം നിങ്ങൾ മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെ വലുതും വന്നാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല, അങ്ങനെയായിരിക്കാം. ഫ്രണ്ട്സൊക്കെ വിളിച്ചാലും ഓക്കെ, ഒരു ഒറ്റപ്പെടൽ, കുറച്ചൊന്ന് നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. ഓക്കെ, പക്ഷെ അത് നല്ല ഇനാണ് കേട്ടോ, നല്ല കാര്യമാണ്, അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മോശമായിട്ട് നിങ്ങൾ തനിച്ചായി പോയി എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, ലെറ്റ്സ് സീ. അഡ്വൈസ് ആയിട്ട് മേക്ക് എ മൂവ്. ഓക്കെ, joy and delight, strength and resilience, affirmation for positive change, മാറ്റങ്ങൾ അല്ലേ, plant the seeds. tears of joy and sadness ആണ് ഇത് പറയുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്നു അറിയില്ലേ, അതാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, അതായത് സങ്കടം ഉണ്ടാവും ഉള്ളിൽ,
പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുന്നതും കിട്ടും. എന്താ ഞാൻ പറഞ്ഞ സോറി സങ്കടം ഉള്ളിലുണ്ടാവും. മേ ബി പുറത്ത് കാണിക്കുന്നത് നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കാം, ബട്ട് ഉള്ളിൽ കരയുന്നു എന്നുള്ളതായിരിക്കാം. കാരണം ഇവിടെ കരയുന്നുണ്ട് മിററിൽ, പക്ഷെ ചിരിക്കുന്നുണ്ട്. സോ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ ചിരിച്ച് കാണിക്കുന്നുണ്ടാവാം, നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ സന്തോഷമായിട്ട് കാണിക്കുന്നുണ്ടാവാം, പക്ഷെ ഇവിടെ ഉള്ളിൽ നിങ്ങൾ കരയുന്ന പോലെയാണ്. ബട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും. ഓക്കെ, ആ ഒരു സന്തോഷത്തോടെ ചിലപ്പോൾ കണ്ണു നിറയുന്നതായിരിക്കാം, അങ്ങനെയും വരാം. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ സങ്കടം വെച്ചിട്ട് പുറമേ ചിരിച്ച് കാണിക്കുന്ന ഇതൊരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഐ ഡോണ്ട് നോ, സോറി. സോ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സോ യാ, അതിനെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയോ ഉള്ളിൽ നിങ്ങൾ സന്തോഷം ഫീൽ ചെയ്യുന്നില്ല, ഇതേ കാർഡാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആദ്യം മേക്ക് എ മൂവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏസ് ഓഫ് വാൻസ് പറഞ്ഞു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, നിങ്ങളുടെ ഒരു വിഷ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ, സ്റ്റെപ്സ് എടുക്കൂ. ഓക്കെ, ആക്ച്വലി ഇവിടെയും കയ്യിൽ നോക്കിക്കോളൂ, കയ്യിൽ ഇവിടെ ഒരു വടിയും വാൻഡും പിടിച്ച പോലെയാണ് നിൽക്കുന്നത്. സോ യെസ്, ക്രിയേറ്റ് യുവർ സെൽഫ്, വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ക്രിയേറ്റ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യം അത് തിരിച്ചറിയാം, എന്നിട്ട് അതിന് വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുക്കൂ എന്ന രീതിക്കാണ്. ആൻഡ് ജോയ് ആൻഡ് ഡിലൈറ്റഡ്, ഇവിടെ നമ്മൾ ജോയ് ആൻഡ് സാഡ്നെസ് ആയിരുന്നു, ഇവിടെ ജോയ് ആൻഡ് ഡിലൈറ്റ് ആണ്. സോ യെസ്, കൂടുതൽ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടും നിങ്ങൾ. ഓക്കെ, ഈ സ്റ്റേറ്റ് നിങ്ങളുടെ മാറും. ഓക്കെ, ഈ ഒരു സ്ഥിതി നിങ്ങളുടെ മാറി ഇങ്ങോട്ട് വരും. നിങ്ങൾ ഈ സങ്കടം ഉള്ളിൽ വെച്ച് പുറത്ത് ചിരിച്ച് കാണിച്ചത് അതെല്ലാം മാറി വരും. ഓക്കെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ മാറി, നിങ്ങൾക്കൊരു പുതിയ ലൈഫിൽ ഒരു ചേഞ്ച് വന്ന് നിങ്ങൾക്ക് പ്ലാൻ ദ സീഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഫർമേഷൻ ഫോർ പോസിറ്റീവ് ചേഞ്ചസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനുള്ള ശ്രമം തുടങ്ങും, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും, ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. സി, നിങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും നടക്കുമോ? ഇല്ല അല്ലേ. ആക്ച്വലി ഇതിലും കപ്പ് കൈപ്പിടിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞ 4 of Cupsന്റെ കാര്യമാണ്. സോ തന്നെയാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ ആലോചിച്ച് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അത് നേടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക. എന്താ മാറ്റേണ്ടത്? ഞാൻ എന്നെ തന്നെ മാറ്റണോ, എൻ്റെ സിറ്റുവേഷൻ മാറ്റണോ, സാഹചര്യം മാറ്റണോ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കണോ, ഞാൻ എന്തെങ്കിലും പഠിക്കണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? സോ പ്ലീസ് സ്റ്റാർട്ട് തിങ്കിങ്. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി ചിന്തിക്കൂ. അത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താ എടുക്കണം, ആക്ഷൻസ് എടുക്കൂ. ഓക്കെ, എപ്പോഴും വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ട് മാത്രം യാതൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല, നിങ്ങൾക്കൊന്നും നടക്കാൻ പോകുന്നില്ല. സോ സ്റ്റാർട്ട് ഡൂയിങ്, ആക്ഷൻ എടുക്കൂ. ഓക്കെ, പുറത്ത് പോയി കളച്ച് നിങ്ങൾ വിത്തിട്ടാലേ അതിന് ചെടിയായിട്ട് വളർന്നത് വരുള്ളൂ, അത് മനസ്സിലാക്കൂ. ഓക്കെ, ആലോചിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അഫർമേഷൻ ഫോർ പോസിറ്റീവ് ചേഞ്ചസ്, നിങ്ങൾ അഫർമേഷൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചേഞ്ചസ് വരാൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിൽ മാറ്റാൻ, സാഹചര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസ് ചെയ്യൂ. അഫർമേഷൻസ് നല്ലോണം എന്താ പറയുക, എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് നേടാൻ സാധിക്കും എന്ന് പറയാം, അവനവനോട് പറയാം, കണ്ണാടി നോക്കി പറയാം. ആക്ച്വലി ഇത് കണ്ടില്ലേ, കണ്ണാടി നോക്കി നിന്ന് വെറുതെ ആ ചിരിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും ശരി, നിങ്ങൾ കണ്ണാടി നോക്കി ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറയാം, ഇല്ല, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, എനിക്ക് എന്തും നേടാൻ സാധിക്കും, യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് അഫർമേഷൻസ് ആക്ച്വലി ഒരു അപ്ലോഡ് ചെയ്യാം ഇടയിൽ, നിങ്ങളത് പറയാൻ ശ്രമിക്കുക പലതവണ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ്, നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് എന്നാണ്. അതായത് നമ്മൾ എത്ര തവണ തകർന്നു വീണാലും ശരി, എത്ര തവണ നമ്മൾ എന്തൊക്കെ വന്നാലും ശരി, അതിൻ്റെ മേലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കാനുള്ള നമ്മുടെ കഴിവ്, ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സ് തരുന്നതാണത്. പക്ഷെ നമ്മളത് എടുത്ത് ഉപയോഗിക്കുന്ന തരത്തിലായ അവിടെയാണ് പ്രശ്നം വരിക. സോ നിങ്ങൾ അത് മാറ്റിയെടുക്കാം, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാം, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഈ ഒരു ജോയിൻ്റെ സ്റ്റേറ്റിലേക്ക് എത്താൻ നിങ്ങൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലേ, ആ ചേഞ്ചസ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അതിന് എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾ ആദ്യം ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കൂ, പ്ലാൻ ദ സീഡ്സ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കേണ്ട, ആദ്യം ആക്ഷൻ എടുക്കാൻ എന്താ വേണ്ടത്, തീരുമാനം എടുക്കുക, ആക്ഷൻ എടുക്കുക. ഓക്കെ, പ്ലാൻ ദ സീഡ്സ്, ശരിക്കും വിത്ത് കുഴിച്ചിടാൻ തുടങ്ങും, നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. മീൻസ് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അതിന് വേണ്ട സ്ട്രെങ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എനിക്കിതൊന്ന് ചെയ്യാൻ സാധിക്കണമേ, എൻ്റെ കൂടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് അഫർമേഷൻസ് ചെയ്യുക, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവനവനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് അത് കഴിയുമ്പോൾ നിങ്ങൾക്കിതേ സന്തോഷം. ഓക്കെ, സോ ഈ ഒരു ലൈൻ ആലോചിച്ച് വെക്കുക. ഇതാണ് നിങ്ങളുടെ ഇപ്പം ലൈഫ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്കുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ആക്ഷൻ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, അവനവനെ കെയർ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത വിഷമങ്ങളിൽ മാത്രം ഇരിക്കരുത്, സങ്കടത്തിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, മാറ്റിയെടുക്കാനുള്ള കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് ഡൂയിങ്, സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻ. ഓക്കെ, സോ ആൻഡ് ഇവിടെ അഫർമേഷൻ ഫോർ ഗ്രോത്തും ഉണ്ട്. സോ അതും നിങ്ങൾക്ക് ചെയ്യാം.
ഓക്കെ, അതായത് അഫർമേഷൻസ് ഫോർ പോസിറ്റീവ് ചേഞ്ചസ്, അഫർമേഷൻ ഫോർ ഗ്രോത്ത്. അതായത് നിങ്ങൾ ഒന്നുമില്ല, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ലൈക്ക് അവനവനെ മോട്ടിവേറ്റ് ചെയ്യുക. എനിക്ക് സാധിക്കും, എൻ്റെ കൂടെ യൂണിവേഴ്സ് നിൽക്കുന്നുണ്ട്, എനിക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും, എൻ്റെ ഉള്ളിൽ ആ കഴിവുണ്ട്, എൻ്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആ അഫർമേഷൻ നിങ്ങൾ അവനവനെ നോക്കി കണ്ണാടി നോക്കി നിൽക്കുക, നിങ്ങൾ സ്വയം പറയാം. ഓക്കെ, അഫർമേഷൻസ് ഒക്കെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും, ഒന്ന് സെർച്ച് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.